എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മേടം രാശിക്കാർക്ക് ഏഴരശനിയൊക്കെയുള്ള സമയമാണ്. ഈ 2026 മേടം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയുള്ളതാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 വലിയൊരു മാറ്റങ്ങളുടെയൊക്കെ വർഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശനി മീനൻ രാശിയിലേക്ക്, അതായത് 12ാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏഴരശനിയുടെയൊക്കെ ഒരു തുടക്കത്തെ കുറിക്കുന്നു. എന്നാൽ അധികം ഭയപ്പെടേണ്ട കാര്യമില്ല. രാഹു 11 വർഷമധ്യം ഒക്കെ ആകുമ്പോഴേക്ക് വ്യാഴം 4 ഉച്ചത്തിൽ വരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ശക്തമായ ഒരു സംരക്ഷണം നൽകും. ചിലവുകളൊക്കെ കൂടുമ്പോഴും വരവുകളും കൂടുന്നതാണ്. സമ്മർദ്ദങ്ങൾക്കൊക്കെ ഇടയിലും കുടുംബ സുഖമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വർഷം മുഴുവൻ ശനി നിങ്ങളുടെ 12ാം ഭാവമായ മീനൻ രാശിയിലാണ്. ഇത് ഏഴരശനിയുടെ ആദ്യ ഘട്ടമാണ്. വിദേശ യാത്രകൾക്കോ ദൂരദേശവാസത്തിനും ഒക്കെ ഇത് അനുകൂലമാണ്. എന്നാൽ അനാവശ്യമായ ചിലവുകൾ, ഉറക്കക്കുറവ്, കണ്ണിന് അസുഖങ്ങൾ എന്നിവയൊക്കെ വരാതെ നോക്കേണ്ടതാണ്. 12 ശനി നിൽക്കുമ്പോൾ സമ്പാദ്യമൊക്കെ പിടിച്ചു വയ്ക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. വ്യാഴം ഈ വർഷത്തെ നിങ്ങളുടെ രക്ഷകൻ വ്യാഴമാണ്. വർഷാരംഭത്തിൽ 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ 2-ാം തീയതി കർക്കിടക രാശിയിലേക്ക് 4ാം ഭാവത്തിലേക്ക് മാറും. ഇത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഈ സമയത്ത് സ്വന്തമായിട്ടൊക്കെ വീട് വെക്കാനും വാഹനം വാങ്ങാനും അമ്മയുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടാനും ഒക്കെ വളരെ നല്ലൊരു സമയമാണ്. മനസ്സമാധാനമൊക്കെ തിരികെ കിട്ടുന്ന ഒരു സമയമാണ്. രാഹുകേതുക്കൾ വർഷത്തിൻ്റെ ഭൂരിഭാഗവും രാഹു 11ാം ഭാവത്തിലും കുംഭൻ രാശിയിൽ, അത് നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഷെയർ മാർക്കറ്റ്, ബിസിനസ്, സുഹൃത്തുക്കളൊക്കെ വഴിയുള്ള സഹായം പ്രതീക്ഷിക്കാം. എന്നാൽ ഡിസംബർ 6 രാഹു 10ാം ഭാവത്തിലേക്കൊക്കെ മാറുമ്പോൾ ജോലിയിൽ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വന്നേക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ ജനുവരി 16 മുതൽ ഫെബ്രുവരി 23 വരെയൊക്കെ ചൊവ്വ ഉച്ചരാശിയായ മകരത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കരിയറിലൊരു നല്ല നേട്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ നവംബർ സമയത്ത് ചൊവ്വ നീചരാശിയായ 4 നിൽക്കുമ്പോൾ വീട്ടിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ 2026 നിങ്ങളുടെ കരിയർ വളരെ ശക്തമായി തുടങ്ങുന്നതാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ രാശിയാധിപനായ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നത് പ്രമോഷനോ പുതിയ അധികാരങ്ങളോ ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്നതാണ്. പോലീസ്, പട്ടാളം, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ രംഗത്തൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു കാലഘട്ടമാണ്. എന്നിരുന്നാലും 12 ശനി നിൽക്കുന്നത് ചിലപ്പോഴൊക്കെ ജോലിയിലൊക്കെ അതൃപ്തി ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിനൊക്കെ അംഗീകാരം കിട്ടാൻ വൈകുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ കമ്പനി, MNC പോലുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ വിദേശത്തേക്കൊക്കെ ജോലി മാറാനൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. നേഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർക്കും ഒക്കെ വിദേശ അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് 2026. ജൂൺ മുതൽ ജോലിയിലൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീടിനടുത്തേക്കൊക്കെ ഈ ഒരു സ്ഥലം മാറ്റമൊക്കെ കിട്ടും ജൂൺ 2 ശേഷം. ഡിസംബർ 10 ഡിസംബറിൽ രാഹു 10ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ജോലിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ ടാർഗറ്റുകളോ ഒക്കെ വരാനും സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് 11 രാഹു നല്ല രീതിയിലുള്ള ലാഭം തരുന്നതാണ്. ഓൺലൈൻ ബിസിനസ്, ട്രേഡിങ്, കയറ്റുമതി എന്നിവയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. എന്നാൽ 12 ശനി നിൽക്കുന്നത് ചിലവുകളും വർദ്ധിപ്പിക്കാം. കടം വാങ്ങി ബിസിനസ്സൊക്കെ വികസിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ മാസത്തിന് ശേഷം ഓഫീസ് നവീകരിക്കാനോ പുതിയ ശാഖകളൊക്കെ തുടങ്ങുന്നതിനോ നല്ലതാണ്. ജൂൺ മാസത്തിന് മുൻപ് അത്ര ഒരു നല്ല സമയമല്ല. സാമ്പത്തികമായി ഇതൊരു വിചിത്രമായ വർഷം എന്ന് പറയാം. ഒരു വശത്തെ രാഹു പണം വാരിക്കോരിയൊക്കെ തരുന്നതാണ്. ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ബോണസുകൾ എന്നിവയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ
മറുവശത്ത് ശനി ആ പണം ചിലവാക്കാനുള്ള വഴികളും ഉണ്ടാക്കുന്നതാണ്. ആശുപത്രി ചിലവുകളെ, ദൂരയാത്രകളെ, അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായൊക്കെ പണം ചിലവാകുന്ന ഒരു സമയം കൂടിയാണ്. പണം കയ്യിലൊക്കെ വെക്കുന്നതിന് പകരം ഈ സമയത്ത് അത് സ്വർണമായോ അല്ലെങ്കിൽ ഭൂമിയായിട്ടോ ഒക്കെ നിക്ഷേപിക്കേണ്ടതാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ വരെയൊക്കെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന സമയം വസ്തു വാങ്ങാനോ വീട് പണിയാനോ ഒക്കെ നന്നായിരിക്കും. കുടുംബജീവിതം ഈ വർഷം വളരെ സന്തോഷകരമായിരിക്കും. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി 4-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് ഗ്രഹാന്തരീക്ഷമൊക്കെ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ്. അമ്മയുമായിട്ടൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ്. വീട്ടിലെ മംഗളകർമ്മങ്ങളെ, അതായത് വിവാഹം, ഗൃഹപ്രവേശം, നൂലുകെട്ട് എന്നിവയൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. എന്നാൽ 5-ൽ കേതു നിൽക്കുന്നത് കാരണം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ചെറിയ ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകാം. അവർ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതായോ നിങ്ങളിൽ നിന്നൊക്കെ അകലം പാലിക്കുന്നതായോ ഒക്കെ തോന്നിയേക്കാം. പ്രണയബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പ്രണയബന്ധത്തിലൊക്കെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ വരാം. സെപ്റ്റംബർ നവംബർ മാസത്തിൽ ചൊവ്വ 4-ലൊക്കെ നിൽക്കുമ്പോൾ വസ്തുതർക്കങ്ങളോ അയൽക്കാരുമായിട്ടൊക്കെ വഴക്കോ ഒക്കെ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. ഈ സമയത്ത് ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ ഏഴരശനിയൊക്കെ തുടങ്ങുന്നത് കൊണ്ട് ആരോഗ്യത്തിൽ ഒരു കാരണവശാലും അശ്രദ്ധ പാടില്ല. പ്രധാനമായും ഉറക്കം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണിന് ഒക്കെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. പാദങ്ങൾക്കൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടാം. അമിതമായ ഉത്കണ്ഠയൊക്കെ കുറയ്ക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ ഒക്കെ ശീലമാക്കുന്നത് നന്നായിരിക്കും. ഏപ്രിൽ മെയ് മാസത്തിൽ ചൊവ്വ 12-ലൊക്കെ നിൽക്കുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ചെറിയ മുറിവുകൾക്കോ അപകടങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. എന്നാൽ ജൂണിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആദ്യ പകുതിയിൽ കേതു 5-ലുള്ളപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കുറയാം. എന്നാൽ തളരരുത്. ജൂണിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ്. ഉച്ചവ്യാഴം വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും ആഗ്രഹിച്ച കോളേജിലൊക്കെ സീറ്റ് ലഭിക്കാനും ഒക്കെ ഈ സമയത്ത് കഴിയുന്നതാണ്. അതായത് വർഷത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം, ജൂണിന് ശേഷം. ഏറ്റവും പ്രധാനം, വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 12-ലൊക്കെ ശനി നിൽക്കുന്നത് നല്ലൊരു അവസരം നൽകുന്നതാണ്. വിസയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. റിസർച്ച് ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നല്ല സമയമാണ് 2026. ഇനി 2026 നിങ്ങൾ എന്തൊക്കെ ദോഷ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏഴരശനിയൊക്കെ തുടങ്ങുന്നതിനാൽ ഈ വർഷം ഈശ്വരാധീനമൊക്കെ വളരെ അത്യാവശ്യമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ഒക്കെ നീരാഞ്ജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലീസയോ അയ്യപ്പ സ്തുതികളോ ഒക്കെ ജപിക്കുന്നതും ശനിയുടെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പ്രായമായവർക്കോ രോഗികൾക്കോ വസ്ത്രമോ ആഹാരമോ ഒക്കെ ദാനം ചെയ്യുക. ഇതൊക്കെ ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ സൂക്ഷിക്കുക. രാഹുകേതു ദോഷങ്ങൾ മാറാൻ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക. തടസ്സങ്ങളൊക്കെ മാറാൻ ഗണപതി ഹോമവും നടത്താവുന്നതാണ്. 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പണം ഭൂമിയായോ സ്വർണമായോ ഒക്കെ നിക്ഷേപിക്കേണ്ടതാണ്. വിദേശ അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരു കാരണവശാലും ആർക്കും ജാമ്യം നിൽക്കരുത്. അതുപോലെ വലിയ തുകകൾ കടം കൊടുക്കരുത്. പെട്ടെന്നുള്ളൊരു ആവേശത്തിലൊക്കെ പോയി ഉണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ചും കളയരുത്. ഇതൊക്കെയാണ് 2026 ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.